നമസ്കാരം. 1BN ന്യൂസിലേക്ക് വിശദമായി. ആരാകും മുഖ്യമന്ത്രി? എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നേതാക്കളുമായുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക ചർച്ച വൈകിട്ട് 4 മണിക്ക്. സമ്മർദ്ദത്തിന് വഴങ്ങി പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും. നേതാക്കൾ സമവായത്തിലെത്തിയാൽ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. ആദ്യം ഒരുമിച്ചും പിന്നീട് 3 നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്കുമാണ് AICC അധ്യക്ഷൻ കാണുക. രാഹുൽ ഗാന്ധിയും കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും യോഗത്തിൽ പങ്കെടുക്കും. നിരീക്ഷകരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച കൂടാതെ കണക്കുകൾ മാത്രമാണ് മാനദണ്ഡമാക്കുകയാണെങ്കിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അതൃപ്തി അറിയിച്ചേക്കും. നേതാക്കൾക്കിടയിൽ സമവായമായില്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടിയാകും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സമവായത്തിലെത്താനാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 4 മണിക്ക് കാർഗേജിയുടെ വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്. അത് ഇന്നത്തെ മീറ്റിംഗ് കഴിയട്ടെ. എന്താണ് സാർ ഒരു പ്രതീക്ഷ? എന്താണ് പെട്ടെന്ന് തീരുമാനം വരുമോ? തീരുമാനം പെട്ടെന്നുണ്ടാവും. ഇത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ വരുമോ? AICC പ്രഖ്യാപിക്കണം. ഘടകകക്ഷികളുടെ പിന്തുണയും പൊതുവികാരവും അനുകൂലമാകുമെന്നാണ് VD പക്ഷത്തിന്റെ പ്രതീക്ഷ. MLA-മാരുടെ പിന്തുണയാണ് KC പക്ഷത്തിന് കരുത്തേകുന്നത്. അതേസമയം സീനിയോറിറ്റി പരിഗണിക്കണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. 24 ഡൽഹി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളും അവസാന നിമിഷവും ആത്മവിശ്വാസത്തിലാണ്. ഹൈക്കമാൻഡ് ആർക്കൊപ്പം എന്നാണ് ഇനി അറിയാനുള്ളത്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും അർജുൻ പീതാംബരനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്തും വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, 3 നേതാക്കളും അവിടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ ശക്തിപ്രകടനങ്ങൾ കാണാനുണ്ട്. എന്താണ് ഡൽഹിയിലെ തുടർ നീക്കങ്ങൾ? എപ്പോഴേക്കൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കാം? ഉന്മേഷ്, ദിൽന, ഇന്ന് ഏറെ നിർണായകമായ യോഗം നടക്കാനിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് കേരളത്തിൽ നിന്നെത്തിയ 3 നേതാക്കൾ അടക്കമുള്ള 4 നേതാക്കളുമായി AICC നേതൃത്വം, അത് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലൊപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. രാജാജി മാർഗിലെ 10ാം നമ്പർ വസതി, മല്ലികാർജുൻ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരിക്കും ഈ ഒരു ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ 4 പേർ, കെ.സി. വേണുഗോപാൽ, ഒപ്പം തന്നെ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നീ 4 പേരും ഒരുമിച്ചായിരിക്കും പങ്കെടുക്കുക. അതിനുശേഷം പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളും നടക്കും. തുടർന്ന് ഇന്ന് തന്നെ കാര്യങ്ങൾ സമവായത്തിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സമവായത്തിലെത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാനാണ് AICC തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കൂടുതൽ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള തുടർ ശ്രമങ്ങൾ ഉണ്ടാകും. മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ ഫലം കണ്ടില്ല എങ്കിൽ തുടർന്ന് സോണിയാഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടും. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ചർച്ചകൾ എത്തും. തുടർന്ന് ഒരു അന്തിമ തീരുമാനം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് കൈവരിക്കുക. എന്തായാലും നിലവിൽ 3 നേതാക്കൾ സജീവമായി തന്നെ തങ്ങളുടെ ഈ വിഷയത്തിലുള്ള തങ്ങളുടെ അവകാശവാദവുമായി രംഗത്തുണ്ട്. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനാണ് ലഭിച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര നിരീക്ഷകർ AICC-ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണ കൂടുതലായി ലഭിച്ചിരിക്കുന്നത് വി.ഡി. സതീശനാണ്. പൊതുജനാഭിപ്രായം എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒട്ടേറെ അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അദ്ദേഹത്തെ അനുകൂലിച്ചുള്ള പ്രകടനങ്ങളും നടന്നിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രകടനങ്ങളിൽ മറ്റ് നേതാക്കളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളിലെല്ലാം തന്നെ AICC-ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന നേതാവും ഭരണപരിചയമുള്ള നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അവകാശവാദമുണ്ട്. കൂടാതെ MLA-മാരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. ഘടകകക്ഷികൾ എതിർപ്പില്ല. മറ്റ് ജാതിമത സംഘടനകളുടെ എല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് ഇതിനകം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കളും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം
പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും നേതൃത്വം എത്തുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പോലും പ്രകടനങ്ങൾ നമുക്ക് മുദ്രാവാക്യം വിളികൾ കേരള ഹൗസിൻ്റെ മുന്നിൽ പോലും ഇത്തരത്തിൽ അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഈ ചർച്ചയ്ക്ക് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ഈ ചർച്ചയ്ക്കായി പുറപ്പെടാൻ ബാക്കിയുള്ള ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ അനുകൂലമായ ആളുകൾ അഭിപ്രായ പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചകൾ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ്. MLA-മാരുടെ മാത്രം അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണെങ്കിൽ അതിൽ എതിർപ്പറിയിക്കാനാണ് മറ്റ് രണ്ട് നേതാക്കളുടെയും തീരുമാനം. കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള ഹൗസിന് മുന്നിലും അവർ നേതാക്കളെ കാണാനെത്തിയ ഡൽഹി സന്ദർശിക്കാനെത്തിയ ആളുകൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. നേരെ സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു നേതാവാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കും. അത്രയ്ക്ക് ആ ഒരു ബോധ്യമുണ്ട്. ഡൽഹി കാണാനല്ല, കാശ്മീർ പോകണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിക്ക് പ്ലാൻ ചെയ്ത് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നേതാക്കളെ നേരിട്ട് കാണാൻ നോക്കുന്നുണ്ട്. നേരിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ടൂറിനായി എത്തിയ ആളുകളാണ്. കശ്മീരിലേക്കാണ് ഇവർ യാത്ര തിരിച്ചിരുന്നത്. എന്നാൽ ഡൽഹിയിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഡൽഹിയിലേക്ക് കൂടി ഈ സന്ദർശനം നീട്ടുകയായിരുന്നു. ഇവിടെ എത്തിയ നേതാക്കളെ കണ്ട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ്. ഇവരും ഈ സംസാരിച്ച ആളുകളിൽ കൂടുതലും VD സതീശനെ പിന്തുണയ്ക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വിവിധ അഭിപ്രായങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇതെല്ലാം എത്രത്തോളം ഹൈക്കമാൻഡ് പരിഗണിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാൽ പൊതുവെ സ്വീകരിച്ചു വരുന്ന നയം അത് ഹൈക്കമാൻഡിൻ്റെ തന്നെ മാനദണ്ഡങ്ങൾ, അത് മുൻ അനുഭവം പരിചയമാകാം, ഒപ്പം തന്നെ ഈ നേതൃത്വ പാഠവുമാകാം. എന്തായാലും അത് ഹൈക്കമാൻഡിൻ്റെതായിരിക്കും ഈ തീരുമാനത്തിൽ അന്തിമമായ തീരുമാനം. അത് എന്തായാലും അംഗീകരിക്കുമെന്ന് നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ AICC വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിർണായകമായ ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. അത് സമവായത്തിൽ എത്തുകയാണെങ്കിൽ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. അല്ലാത്ത പക്ഷം നാളെ ആയിരിക്കും AICC നേതൃത്വം ആലോചിച്ച് ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ പീതാംബരൻ കൂടി ചേരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്നാണ് അർജുൻ പീതാംബരൻ ചേരുന്നത്. അർജുൻ, ഈ വൈകിട്ട് കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണല്ലോ. ഇന്ന് തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? ഉന്മേഷ്, ഇന്ന് വൈകിട്ട് 4 മണിയോടെ ചർച്ചകളുടെ ശ്രദ്ധാകേന്ദ്രമാകുന്ന വസതി, രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലേക്ക് ഇപ്പോൾ ആരും എത്തിയിട്ടില്ല. വൈകിട്ട് പക്ഷേ 4 മണിയോടെ കേരളത്തിൽ നിന്നെത്തിയിട്ടുള്ള 3 നേതാക്കളും അതുപോലെ തന്നെ KC വേണുഗോപാലും ഇവിടേക്ക് എത്തും. പിന്നീട് മാരത്തോൺ ചർച്ചകളായിരിക്കും ഒരുപക്ഷെ രാത്രി വൈകിയും ഇവിടെ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും അതാത് കോൺഫിഡൻസ് ഉണ്ട്. ഒരാൾക്ക് നമ്പറുകളുടെ കണക്കാണെങ്കിൽ മറ്റൊരാൾക്ക് സീനിയോറിറ്റിയാണ്, മൂന്നാമത്തെ ആൾക്ക് ഘടകകക്ഷികളുടെ പിന്തുണയും അതുപോലെ തന്നെ പൊതുവികാരവുമാണെന്ന് പറയാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ഡൽഹിയിലെത്തിയ നേതാക്കളെല്ലാം തന്നെ പലയിടങ്ങളിലായി. ഒന്നാമത്തേത് സണ്ണി ജോസഫ്, അദ്ദേഹം ആദ്യം കേരള ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പിന്നീട് രമേശ് ചെന്നിത്തലയും കേരള ഹൗസിൽ നിന്നും ഇറങ്ങിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ അല്പം മുൻപാണ് തിരിച്ചെത്തിയത്. KC വേണുഗോപാലും അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നോ ആരെയൊക്കെയാണ് കാണുന്നതെന്നോ നിലവിൽ നമ്മൾ ചോദിക്കുമ്പോൾ നേതാക്കൾ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. അതിലെല്ലാം തന്നെ മൗനം തുടരുന്നുണ്ട്. അതായത് രഹസ്യാത്മകമായിട്ടാണ് ഇപ്പോഴുമുള്ള നീക്കങ്ങളെല്ലാം തന്നെ, കോൺഗ്രസിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ രഹസ്യാത്മകമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇതിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒഴികെയുള്ള മറ്റ് നേതാക്കൾ ഡൽഹിയിൽ എത്തിയ ശേഷം മൗനം പാലിക്കാൻ പ്രത്യേക ശ്രദ്ധ പാലിക്കുന്നുണ്ട്. അതിൽ തന്നെ KC വേണുഗോപാലിൻ്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം യാതൊരുവിധ കാര്യങ്ങളോ പ്രതികരണങ്ങളിലേക്കോ കടക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെ. കൂടിക്കാഴ്ച കഴിയട്ടെ, ചർച്ചകൾ കഴിയട്ടെ, ഒരു തീരുമാനമോ സമവായമോ എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഈ നേതാക്കൾ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ, ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും അധികം
ഉറ്റുനോക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചകൾക്കെല്ലാം തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്ന വസതി ഇവിടെയാണ്. ഇവിടേക്കെല്ലാം തന്നെ ഒരു 3:30 ആയിരിക്കും നേതാക്കളെല്ലാം KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കൾ വൈകിട്ട് 3:30 എത്തും. 4 മണിക്ക് ശേഷം ആ ചർച്ച ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടെ തന്നെ നമ്മൾ ഒരു ഫലം ഈ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് വരുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു സമവായത്തിലേക്ക് നേതാക്കൾക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ആ ഒരു കാര്യം പോവുകയും നാളത്തേക്ക് കൂടി ഈ ചർച്ചകൾക്ക് കളമൊരുങ്ങുകയും ചെയ്യും എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും 3 ക്യാമ്പിലും ആത്മവിശ്വാസം ഇപ്പോൾ കൃത്യമായി ഉണ്ട്. അത് 3 ഘടകങ്ങളിലായിട്ടാണ്. എന്തായാലും KC വേണുഗോപാലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എന്ത് നിലപാടെടുക്കുന്നു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതായിരിക്കും. ഉന്മേഷ് ദില്ല. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീടിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, മണിക്കൂറുകൾ മാത്രമാണ് ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ളത്. ഇന്നോ നാളെയോ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിലടക്കം തെരുവിൽ കണ്ട ഈ പ്രതിഷേധങ്ങൾ, ഫ്ലക്സ് യുദ്ധങ്ങൾ, അത് നേതാക്കൾക്കിടയിൽ, അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള വിള്ളൽ അത് വലുതാണ്. ഏത് രീതിയിൽ ഒരു തീരുമാനം വന്നാൽ തന്നെയും ഒരു അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക തുടങ്ങിയ വലിയ ഉത്തരവാദിത്തം കോൺഗ്രസിലേക്ക് വരികയാണ്. ഏത് രീതിയിൽ കോൺഗ്രസിനെ ഈ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്? ദിൽന, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചർച്ചയും തീരുമാനവുമാണ് ഹൈക്കമാൻഡിൽ നിന്ന് വരാൻ പോകുന്നത്. കാരണം പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുൻപന്തിയിലുള്ളത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരിൽ ആരെ തിരഞ്ഞെടുത്താലും അത് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള തർക്കങ്ങൾക്കും കുഴപ്പങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം MLA-മാരിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിനാണ്. MLA-മാരുടെ ഭൂരിപക്ഷം മാനിച്ച് തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടാണ് KC വേണുഗോപാലിന് ഉള്ളത്. അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല എന്ന കാര്യം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീനിയറായ നേതാവ് താനാണ്, തനിക്കാണ് അനുഭവ സമ്പത്തും പരിചയസമ്പത്തും എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് രമേശ് ചെന്നിത്തലയും ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നു. പൊതുവികാരവും ഘടകകക്ഷികളുടെ പിന്തുണയും ചൂണ്ടിക്കാണിച്ച് VD സതീശനും 5 കൊല്ലം നയിച്ച നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുക ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്. KC വേണുഗോപാലിനുള്ള പ്രതികൂല ഘടകം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും എന്നതാണ്. എന്നാൽ മറ്റു 2 പേർക്കും ആ പ്രശ്നമില്ല. എന്നാൽ അവർക്ക് MLA-മാരുടെ പിന്തുണയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോരായ്മയായി അവർക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വളരെ പക്വതയോടുകൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഈ 102 സീറ്റിൻ്റെ തിളക്കമാർന്ന വിജയം നേടിയതിൻ്റെ ശോഭ കെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനം ഏറെ നിർണായകമാകും. എങ്ങനെ നേതാക്കളെ തീരുമാനമെടുത്താൽ തന്നെ മറ്റു നേതാക്കളെ തീരുമാനം എതിരാകുന്ന മറ്റു നേതാക്കളെ അനുനയിപ്പിക്കും, കൂടെ നിർത്തും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിനുള്ള വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെ അവർ എങ്ങനെ അതിജീവിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി എന്ന് പറയാൻ കഴിയുക. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വൈകിട്ട് 4 മണിക്ക് നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ആ പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കോൺഗ്രസിൽ ഫ്ലക്സ് യുദ്ധം അത് കടുക്കുകയാണ്. VD സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചും എതിർത്തും വിവിധയിടങ്ങളിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ചുള്ള പ്രതിഷേധങ്ങളും ഇന്നുണ്ടായി. തെരുവിലെ പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. AICC നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് VD സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ VD സതീശന്റെ ഫ്ലക്സിന് മുകളിൽ ഒരു ഭാഗം പ്രവർത്തകർ പോസ്റ്ററുകൾ പതിപ്പിച്ചു. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി എന്നാണ് പോസ്റ്ററിലുള്ളത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലെന്ന വെള്ളയമ്പലത്തും ഫ്ലക്സ് ഉയർന്നു. മലപ്പുറത്ത് KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ സ്പ്രേ പെയിന്റ് അടിച്ചും പ്രതിഷേധമുണ്ടായി. തെരുവിലെ പ്രകടനങ്ങൾക്കും പ്രതിഷേധത്തിനുമെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാവണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം വേണ്ടിയോ? മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കളെ അനുകൂലിച്ച് ഡൽഹി കേരള ഹൌസിലുണ്ടായ പ്രകടനത്തെ തള്ളി NSUI രംഗത്തെത്തി. പ്രകടനവുമായി NSUIക്ക് ബന്ധമില്ലെന്നും MSFന്റെ അജണ്ടയാണ് നടന്നതെന്നും
ദേശീയ പ്രസിഡന്റ് വിനോദ് ജാഖർ 24-നോട്. केरला हाउस के अंदर जो घटना हुई है वो निंदनीय है, हम इसका विरोध करते हैं, वो गलत है। और जिस तरीके से MSF और IUML ने जो है जैनजी का नाम लेकर हमारे सम्मानित वरिष्ठ नेता श्री सन्नी जोसेफ साहब, केरला PCC के प्रेसिडेंट, उनके खिलाफ जो प्रोपगंडा चलाया है, उनका विरोध किया है. പരിപാടി സംഘടിപ്പിച്ചത് ഡൽഹിയിലെ ജൻസി കൂട്ടായ്മയാണെന്നാണ് MSFന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഫ്ലക്സ് കീറലും കരിയോയിലുമൊക്കെ സമ്മർദ്ദതന്ത്രമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. രണ്ടല്ല, എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടാനുള്ള ശക്തിയും കോൺഗ്രസിനുണ്ടെന്നും PJ കുര്യൻ. കരിയോലി ഒഴിക്കുന്നതാണെങ്കിലും ഫ്ലക്സ് വെക്കുന്നതാണെങ്കിലും ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ പാടില്ല. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ 4 സ്റ്റേറ്റുകൾ ഭരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എത്രയോ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുള്ള പരിചയമുണ്ട്. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പോ അതല്ല, എത്ര തെരഞ്ഞെടുപ്പ് വന്നാലും അതിനെ നേരിടാനുള്ള കഴിവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളിലെ പരസ്യപ്പോരിനെ വിമർശിച്ച് UDF കൺവീനർ അടൂർ പ്രകാശും രംഗത്തുവന്നു. അണികളെ നേതാക്കൾ നിയന്ത്രിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ നൽകിയ വിജയം ഒറ്റയ്ക്കുള്ള നേട്ടമല്ല, തെരുവുയുദ്ധത്തിൽ ആരും പങ്കാളികളാകരുതെന്നും അടൂർ പ്രകാശ്. UDF കൺവീനർ അടൂർ പ്രകാശാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. സർ, ഈ വലിയൊരു വിജയമായിരുന്നു തിരഞ്ഞെടുപ്പിലുണ്ടായത്. പക്ഷേ അതിനുശേഷമുള്ള ഈ മുഖ്യമന്ത്രി ചർച്ച, പ്രവർത്തകർ തന്നെ തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ, ഫ്ലെക്സ് യുദ്ധം, ഇതൊക്കെ ഈ ഒരു വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നുണ്ടോ? ഒരിക്കലും ചെയ്തുകൂടാ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഇന്ന് പാർട്ടി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ നൽകി എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ ആ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഒരു കൂട്ടായ്മയാണ് അതിലുണ്ടായിട്ടുള്ളത്. ആ കൂട്ടായ്മയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ അത് ആരുടെയെങ്കിലും ഒറ്റയ്ക്കുള്ള ഒരു നേട്ടമായി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് UDF എന്ന് പറയുമ്പോൾ പല ഘടകകക്ഷികളുണ്ട്. അവർ ഉൾപ്പെടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും കൂട്ടായ പ്രവർത്തനവുമാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഈ തെരുവ് യുദ്ധത്തിൽ ആരും പങ്കാളികളാകാതിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ആ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കൂട്ടായ്മ തെളിയിക്കാനുള്ളത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മന്ത്രിസഭാ രൂപീകരണമാണെങ്കിലും അതിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ കൂട്ടായ ഒരു നീക്കം നടത്തേണ്ടതിന് പകരം ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യം ആണ് എന്ന് UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഈ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ അങ്ങനെ സ്വന്തം അണികളെ ഈ നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കണമെന്നാണ് UDF കൺവീനർക്ക് പറയാനുള്ളത്. സന്തോഷ് ചേകർക്കൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് TVKയ്ക്ക് പിന്തുണ നൽകുന്നതിൽ VCKയുടെ തീരുമാനം ഉടൻ വരും. 116 പേരുടെ പിന്തുണയുള്ള TVKയ്ക്ക് 2 പേരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ സർക്കാർ രൂപീകരിക്കാം. ഒരു പക്ക വിജയ് സിനിമയുടെ എല്ലാ പിരിമുറുക്കങ്ങളുമുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിനിപ്പോൾ. റീലിലെ ജനനായകൻ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നത് ഇത് 2ാം തവണ. ഫസ്റ്റ് ഹാഫിലെ പ്രതിസന്ധി അതേപോലെ തുടരുന്നു. പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി. പക്ഷേ ഭൂരിപക്ഷത്തിന് വേണ്ട 118 അംഗങ്ങളുടെ പിന്തുണ ഇപ്പോഴുമായിട്ടില്ല. ഇന്നലെ ലോക്ഭവനിലെത്തി തന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ കത്ത് വിജയ് ഗവർണർക്ക് കൈമാറി. CPIM-ഉം CPI-യും കോൺഗ്രസും പിന്തുണച്ചിട്ടും 116 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. 2 MLA-മാരുള്ള VCK പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ കത്ത് തമിഴക വെട്ടിക്കഴകത്തിന് നൽകിയിട്ടില്ല. ഉപമുഖ്യമന്ത്രി അടക്കമുള്ള സ്ഥാനങ്ങൾ VCK ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി യോഗത്തിന് ശേഷം അധ്യക്ഷൻ തിരുമാവലവൻ ഇന്ന് നിലപാട് പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗ് പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സർക്കാർ രൂപീകരിച്ച ശേഷമുള്ള പിന്തുണയാണ് ഉദ്ദേശിച്ചതെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. 24 ചെന്നൈ.
തമിഴ്നാട്ടിൽ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനേഷ്, ഇന്നത്തേക്ക് തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? PCKയുടെ പിന്തുണ അതെപ്പോഴേക്ക് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരും? ദിൽന, ഉന്മേഷ്, എന്തായാലും ഇതുവരെ രാവിലെ 10 മണിയോട് കൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത് അത്തരത്തിലൊരു സമയപരിധിയൊന്നും പറഞ്ഞിരുന്നില്ല. യോഗങ്ങൾക്ക് ശേഷം തീരുമാനിക്കാമെന്നുള്ളതാണ് നേതാവായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള തിരുമാവലവൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ ധാരാളം ആളുകൾ, നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് പുറകിലാണ് ഇവിടെയാണോ ഓഫീസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇവിടെ ഒരു പാർട്ടി പ്രവർത്തകർ, അതുപോലെ തന്നെ VCKയുടെ ഈ പറഞ്ഞ TVKയുടെ പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു വാർത്താ സമ്മേളനത്തിലേക്കൊക്കെ ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒരു സമയം എന്തായാലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഒരു പിന്തുണ, അതായത് VCKയെ സംബന്ധിച്ച് അല്ലെങ്കിൽ TVKയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ VCKയുടെ പിന്തുണയാണ് ആകെ പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. VCKയുടെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഡിമാൻഡ് എന്തായാലും VCKയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 3.5 പതിറ്റാണ്ടായി തമിഴ്നാട്ടിലുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അവസരം ലഭിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെയൊക്കെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും തിരുമാവലവൻ്റെ ഒരു നീക്കം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ വൈകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ വൈകുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണവും അത്തരത്തിലുള്ള ചില ചർച്ചകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDA മുന്നണിയിലുള്ള പാട്ടാളി മക്കൾ കക്ഷി 4 സീറ്റുകളുണ്ട് പാട്ടാളി മക്കൾ കക്ഷിക്ക്. പാട്ടാളി മക്കൾ കക്ഷിയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം എന്തായാലും TVKയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട്. അതായത് 4 സീറ്റുകൾ കൂടി വരുമ്പോൾ എന്തായാലും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് പോകാൻ, സുസ്ഥിര ഭരണത്തിലേക്ക് പോകാൻ എന്തായാലും വിജയിക്കാൻ സാധിക്കും. നിലവിൽ 116 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഈ PMKയുടെ 4 സീറ്റുകൾ കൂടി വരികയാണെങ്കിൽ അത് 120 എന്ന ഒരു നമ്പറിലേക്ക് പോകും. നേരത്തെ പാട്ടാളി മക്കൾ കക്ഷിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ പദവികളാണ് PMK ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ആ ചർച്ചകളിലേക്കൊന്നും പോകാത്തത്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ ക്രൈസിസ് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു പറഞ്ഞ TVK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കാരണം 10-ാം തീയതിക്കുള്ളിൽ, നാളേക്കുള്ളിൽ കൃത്യമായൊരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ഭരണത്തിലെത്താനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ ഗവർണർ വളരെ കൃത്യമായ, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നടപടിയിലേക്ക് ഗവർണർ കടക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഗവർണറുടെ ഭാഗത്തു നിന്നും എന്തായാലും നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കാതിരിക്കാൻ എന്തായാലും തീരുമാനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ വൈകിട്ടോടു കൂടി VCKയുടെയോ അല്ലെങ്കിൽ PMKയുടെയോ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി VCK അതുവരെ വെച്ച് നീട്ടില്ല, അതിനു മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇരുപക്ഷത്തു നിന്ന്, PMKയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, VCKയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഇതുവരെ എന്തായാലും അനുകൂലമായൊരു നിലപാട് ഉണ്ടായിട്ടില്ല. 116 എന്ന ആ ഒരു സംഖ്യയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും TVK. ഉന്മേഷ, ദിൽന. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ചർച്ചകൾ അത് തമിഴ്നാട്ടിൽ തുടരുകയാണ്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകിയത്. ഇനി ബംഗാളിലേക്കാണ്. അവിടെ ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ബംഗാളിൽ സുവേന്ദു യുഗ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരമേറ്റു. ദിലീപ് ഘോഷും അഗ്നിമിത്ര പോളും അടക്കം 5 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങ് NDAയുടെ ശക്തി പ്രകടനമായി മാറി. শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি. ബംഗാളിൽ യുഗപ്പിറവി. ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാളിൽ BJPയുടെ ആദ്യ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. BJPയെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി ആദ്യ BJP മുഖ്യമന്ത്രി. മുതിർന്ന BJP നേതാവ് ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, കേന്ദ്രമന്ത്രിയായിരുന്ന നിസിത് പ്രാമാണിക്, അശോക് കിർത്താനിയ, ഷുദുറാം ടുഡു എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റു മന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ VVIPകളുടെ ഒരു നീണ്ട നിര വേദിയിലുണ്ടായിരുന്നു. 98-കാരനായ BJP പ്രവർത്തകൻ മഖൻലാൽ സർക്കാരിനെ പ്രധാനമന്ത്രി പൊന്നാടയണിയിച്ച് കാൽ തൊട്ട് വന്ദിച്ചു.
ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് മഖൻലാൽ സർക്കാർ. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതോടെ മമതാ സർക്കാരിന്റെ ഭരണം ഔദ്യോഗികമായി അവസാനിച്ചു. ബംഗ്ലാദേശി കുടിയേറ്റമടക്കമുള്ള വിഷയങ്ങളിലാണ് താൻ ആദ്യം ശ്രദ്ധ ചെലുത്തുകയെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് സുവേന്ദു അധികാരി. കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ ഉടനെ തന്നെ ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ബംഗാൾ രാഷ്ട്രീയത്തിൽ നിലവിൽ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് സുവേന്ദു അധികാരി. നന്ദിഗ്രാം പ്രക്ഷോഭത്തിലൂടെ ഉയർന്നുവന്ന നേതാവ്. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനായ സുവേന്ദുവാണ് BJP സംസ്ഥാനത്ത് അധികാരം പിടിക്കുമ്പോൾ അതിന്റെ നേതൃസ്ഥാനത്തും. ബംഗാളിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിലൊക്കെ സുവേന്ദു അധികാരി ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ നന്ദിഗ്രാം പ്രക്ഷോഭത്തിന്റെ സമരനായകൻ. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വളർന്നപ്പോൾ അവിടെ നേതൃതലത്തിൽ സുവേന്ദു അധികാരി ഉണ്ടായിരുന്നു. ഒടുവിൽ BJP അധികാരം പിടിക്കുമ്പോൾ അവിടെയും നായകൻ സുവേന്ദു അധികാരി. പിതാവ് ശിശിർ അധികാരിയുടെ പാത പിൻപറ്റിയാണ് സുവേന്ദു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. തുടക്കം കോൺഗ്രസിൽ. കോൺഗ്രസ് വിട്ട് മമതാ ബാനർജി രൂപീകരിച്ച തൃണമൂലിൽ അടുത്ത ഇന്നിംഗ്സ്. നന്ദിഗ്രാം പ്രക്ഷോഭകാലത്ത് CPIMനെതിരെ ഗ്രാമീണരെ അണിനിരത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. നന്ദിഗ്രാം സമരമാണ് ദേശീയ തലത്തിൽ പോലും സുവേന്ദുവിനെ ശ്രദ്ധേയനാക്കിയത്. ഇടതുപക്ഷം വീണ് തൃണമൂൽ അധികാരത്തിലെത്തിയപ്പോൾ ഗതാഗതം, ജലസേചനം തുടങ്ങി പ്രധാന വകുപ്പുകളുടെ മന്ത്രിയായി. പാർട്ടിക്കകത്ത് അധികാര വടംവലി ശക്തമായ കാലത്ത് മമതയുമായി ഇടഞ്ഞു. അപ്രതീക്ഷിതമായി 2020 പാർട്ടി വിട്ട് BJP പാളയത്തിൽ. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതയെ തന്നെ മലർത്തിയടിച്ചു. ഇത്തവണ ഭവാനിപ്പൂരിലും അത് ആവർത്തിച്ചു. नंदीग्राम का हिंदू जनता फिर मुझे जिताया. वहाँ मुसलमान वोट पूरा के पूरा TMC को मिला. ये लोग बहुत कट्टरवादी, इसलिए मेरा मार्क ठीक है. मैं नंदीग्राम का हिंदू के लिए काम करूंगा. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അധികാരത്തിന് വഴി തുറക്കുമെന്ന് വിശ്വസിച്ച ആളാണ് സുവേന്ദു അധികാരി. അതിനാവുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശ്രമിച്ചു. സംസ്ഥാനത്തെ താരപ്രചാരകനായി സുവേന്ദു മാറിയതാണ് കണ്ടത്. ഫലം വന്നപ്പോൾ അത് പ്രതിഫലിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് BJPക്ക് പരിഗണിക്കാനില്ല. ഏറ്റവും കരുത്തനായ നേതാവിന് തന്നെ നറുക്കു വീണു. ശാരദ ചിറ്റ് ഫണ്ട്, നരോദ സ്റ്റിംഗ് ഓപ്പറേഷൻ തുടങ്ങി അഴിമതി ആരോപണങ്ങളുടെ കറവുണ്ടെങ്കിലും അതൊന്നും അധികാര കസേരയിലേക്കുള്ള പ്രയാണം തടയാൻ പോരുന്നതായില്ല. 24 കൊൽക്കത്ത. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് നാളെ അറിയാം. ഡൽഹിയിൽ ചേരുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം നിർണായകമായ തീരുമാനമെടുത്തേക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. പ്രതിപക്ഷ നേതാവിനെ ഉടൻ അറിയാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ മുങ്ങിപ്പോയെങ്കിലും പുതിയ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിനായി CPIMലും കരുനീക്കങ്ങൾ സജീവമാണ്. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃതലത്തിൽ തലമുറ മാറ്റം വേണമെന്നാണ് CPIMലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ദുർബലമായ പ്രതിപക്ഷത്തെ കരുത്തോടെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ നേതാവായി വരണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. പിണറായിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചില്ലെങ്കിൽ എതിർ നീക്കങ്ങളെ പ്രതിരോധിക്കാനാവില്ലെന്ന വാദവും ഇക്കൂട്ടർ ഉയർത്തുന്നുണ്ട്. നാളെ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിൽ തീരുമാനമുണ്ടാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടിയിൽ പുതിയ നേതൃത്വം വേണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇക്കാര്യത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി സ്വീകരിക്കുന്ന സമീപനമാകും നിർണായകമാകുക. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ CPI ദേശീയ കൗൺസിൽ ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തിലെ തിരിച്ചടി ദേശീയ കൗൺസിലിൽ വിശദമായി ചർച്ച ചെയ്യും. PM ശ്രീ ആശാസമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിച്ചത് തെറ്റായ സമീപനം എന്ന് P സന്തോഷ് കുമാർ MP 24നോട് പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പരാജയവും മറ്റിടങ്ങളിലെ പാർട്ടിയുടെ പ്രകടനവും വിലയിരുത്താനാണ് CPI ദേശീയ കൗൺസിൽ ചേരുന്നത്. തമിഴ്നാട്ടിൽ ഉടലെടുത്ത പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാന അജണ്ട. തമിഴ്നാട് സർക്കാർ രൂപീകരണത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഉടലെടുത്തുവെന്ന് CPI വിലയിരുത്തി. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. Congress also should do serious introspection. Why it is happening? Not only in Tamil Nadu, it is happening in several states. Why it is happening? And Congress, being the larger party, it has to do serious introspection. ചില കാര്യങ്ങളിലെ അവധാനതക്കുറവ് തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ P സന്തോഷ് കുമാർ 24നോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ ഭരണകാലത്ത് ചില കാര്യങ്ങൾ കുറച്ചും കൂടെ അവധാനതയോടെ ചെയ്തിരുന്നെങ്കിൽ മെച്ചമായിരുന്നേനെന്ന അഭിപ്രായക്കാരാണ്. പുതിയ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും പോകാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പിശകുകളുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ മുഖത്തോടു കൂടി മുന്നോട്ട് പ്രവർത്തിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള ചർച്ച നാളെയായിരിക്കും പാർട്ടി ദേശീയ കൗൺസിലിൽ നടക്കുക. 24 ഡൽഹി. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPIM-ന് വിമർശനം. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ല. CPIM നേതാക്കളുടെ ഇടപെടൽ ജനകീയമായിരുന്നില്ലെന്നും വിമർശനമുയർന്നു. പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിച്ചെന്നും അഭിപ്രായമുയർന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇപ്പോഴും തുടരുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, എന്തൊക്കെ കാര്യങ്ങൾ, ഏത് രീതിയിലുള്ള ചർച്ചകൾ അതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പുരോഗമിക്കുന്നത്? സ്റ്റിയറിംഗ് കമ്മിറ്റി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു വിമർശനം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. CPIM-ന്റെ വോട്ടുകൾ, അതായത് CPIM അണികളുടെ വോട്ടുകൾ ലഭിച്ചില്ല എന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ആ സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CPIM-ന്റെ വോട്ടുകൾ ലഭിച്ചില്ല, CPIM നേതാക്കൾ താഴെത്തട്ടുള്ള ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയില്ല, യാതൊരു സ്വാധീനവും ചെലുത്താൻ ഇവർക്ക് സാധിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നിലപാടുകൾ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രസ്താവനകളടക്കം തിരിച്ചടിയായെന്ന് തൃശ്ശൂർ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു നിലപാടായിട്ട് അതും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാമുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമോദ് നാരായണന്റെ നിലപാടുകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. പാർട്ടിക്ക് വിധേയനായല്ല അദ്ദേഹം പ്രവർത്തിച്ചത് എന്നുള്ളൊരു വിമർശനം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മുന്നണി മാറ്റം UDF-ലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് ആ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയത് ശരിയായില്ല എന്നൊരു വിമർശനം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ജോസ് കെ മാണി ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകരുത്, പരസ്യ പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തോൽവിയിലും ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കണമെന്ന് നേതാക്കൾക്ക് തുടക്കത്തിൽ തന്നെ ജോസ് കെ മാണിയുടെ പ്രസംഗത്തിൽ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ചർച്ചകളിലേക്ക് കടന്നപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിൽന ഉന്മേഷ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂത്തുപറമ്പ് തോൽവിയിൽ പാർട്ടിതല നടപടി തുടങ്ങി മുസ്ലിം ലീഗ്. മണ്ഡലം സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. ലീഗിനെതിരായ പരാമർശത്തിൽ മാത്യു കുഴനാടനെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് തീരുമാനം കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കൂത്തുപറമ്പിൽ UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ കേവലം 1286 വോട്ടുകൾക്കാണ് തോറ്റത്. UDF-ന് അനുകൂലമായി വൻ തരംഗമുണ്ടായിട്ടും കൂത്തുപറമ്പിൽ വിജയിക്കാനാകാത്തത് ലീഗ് സംസ്ഥാന നേതൃത്വം ഗൗരവമായാണ് കാണുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ മണ്ഡലത്തിലുണ്ടായ പ്രശ്നങ്ങൾ സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നേരിട്ടിടപെട്ട് പരിഹരിച്ചതുമാണ്. എന്നിട്ടും നിസാര വോട്ടുകൾക്ക് സ്ഥാനാർത്ഥി തോറ്റതിന് പിന്നാലെയാണ് ലീഗ് അച്ചടക്ക നടപടിയിലേക്ക് കടന്നത്. കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെയാണ് മാറ്റിയത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്ന് PK ഷാഹുൽ ഹമീദ് പറഞ്ഞു. എനിക്കെതിരായി ചില കോണുകളിൽ നിന്ന് ആസൂത്രിതമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു കഴമ്പുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ളൊരു നടപടി ഞങ്ങളുടെ നിയോജകമണ്ഡലം ഭാരവാഹികളുടെ യോഗമോ എക്സിക്യൂട്ടീവോ ഒന്നും ചേർന്ന് ശുപാർശ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ചർച്ചയിൽ തങ്ങളുടെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ച് കാത്തിരിക്കുകയാണ് ലീഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ നടക്കുന്ന പരസ്യ പ്രതിഷേധങ്ങളിലും ഫ്ലെക്സി യുദ്ധത്തിലും ലീഗ് നേതാക്കൾക്ക് ആമർഷവുമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് ലീഗ് തയ്യാറല്ല. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ മാത്യു കുഴൽനാടനെ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശം? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? ജോസഫ് ഗ്രൂപ്പിനും RSPക്കും CMPക്കും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും പരസ്യപ്രകടനങ്ങളിൽ അതൃപ്തിയുണ്ട്. 24 മലപ്പുറം. UDF വാഗ്ദാനമായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് KSRTC. യാത്രക്കാർക്ക് ജെൻഡർ രേഖപ്പെടുത്തിയുള്ള ടിക്കറ്റ് നൽകി തുടങ്ങി. സൗജന്യ യാത്ര നടപ്പിലാക്കാനുള്ള തീരുമാനത്തെ വനിതാ യാത്രക്കാർ സ്വാഗതം ചെയ്തു. ഇന്ന് മുതൽ ഞങ്ങൾക്ക് ജെൻഡർ ടിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് മെയിൽ ഫീമെയിൽ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മെയിലാണെങ്കിൽ നമ്മൾ മെയിലിന് കൊടുക്കും. ഫീമെയിൽ ആകുമ്പോൾ ഇപ്പം നിലവിൽ ക്യാഷ് ഉണ്ട്. അതിന് ഓർഡർ വന്നതിന് ശേഷം
ക്യാഷ് ഇല്ലാത്ത ടിക്കറ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്യുന്ന UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലേക്കുള്ള KSRTCയുടെ ആദ്യ ചുവടുവയ്പ്പാണ് ജെൻഡർ ടിക്കറ്റ്. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. സൗജന്യയാത്ര നല്ലതാണ്. വിജയിക്കും. കൊടുക്കേണ്ട സന്തോഷം അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ മതി. സന്തോഷമാണ്. ശരാശരി എത്ര സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുവെന്ന് കണ്ടെത്തുന്നതിന് ഇതുവഴി സാധിക്കും. സാങ്കേതിക മാറ്റങ്ങൾ പരിചയപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് IT വിഭാഗം അടിയന്തര പരിശീലനവും നൽകും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാരായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുക. UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കുന്നതിലൂടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് വിവരശേഖരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 24 കോഴിക്കോട്. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യെ നിയമിച്ചു. നിലവിലെ സൈനിക മേധാവി അനിൽ ചൌഹാന്റെ കാലാവധി മാസം 26 പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് നിയമനം. ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ സൈനിക ഉപദേഷ്ടാവാണ് നിലവിൽ ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണി. നാവികസേനയുടെ പുതിയ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെയും നിയമിച്ചു. നിലവിൽ മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡറാണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. VD സതീശിനെ അനുകൂലിച്ചുള്ള പരസ്യ പ്രതിഷേധങ്ങളിൽ കോൺഗ്രസിൽ അച്ചടക്ക നടപടിക്ക് നീക്കം. 15ഓളം നേതാക്കൾക്ക് KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തിയതിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അലക്സ്, അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ KPCC മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആർക്കൊക്കെയാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്? തുടർ നടപടി എന്തായിരിക്കും? സംഘടനാ വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോയാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് തിരുവനന്തപുരം നഗരത്തിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് കൂട്ടായ്മ എന്ന പേരിൽ വലിയ ശക്തി പ്രകടനം നടന്നത്. വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന പ്രകടനമാണ് നടന്നത്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെന്ന് KPCC വിലയിരുത്തുന്നുണ്ട്. ഇതിൽ ഈ VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ KPCC ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ആദ്യ നടപടി എന്നോണം 15ഓളം പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ട് ഹൈക്കമാൻഡിനെ, അതായത് ഹൈക്കമാൻഡ് വെല്ലുവിളിച്ച് പ്രകടനം നടത്തിയത് എന്തുകൊണ്ടാണ് എന്നിവർ വിശദീകരിക്കണം. KPCCയുടെ വിലക്ക് ലംഘിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇവർ വിശദീകരിക്കണം. മറുപടി തൃപ്തികരമല്ല എങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് KPCC നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. KPCC അംഗമായ ചെമ്പഴന്തി അനിൽ, INTC ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ, കൈമനം പ്രഭാകരൻ, T സനാജ്, ആറ്റിങ്ങൽ ഉണ്ണികൃഷ്ണൻ, അംബിരാജ തുടങ്ങി 15ഓളം നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് KPCC പുറപ്പെടുവിച്ചിരിക്കുന്നത്, വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഡൽഹിയിൽ തിരക്കിട്ട മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംഘടനാ വിരുദ്ധ നടപടികൾക്കാണ് VD സതീശൻ നേതൃത്വം നൽകിയത് എന്നൊരു ആംഗിളിൽ ഇത് അവിടേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടാൽ അത് VD സതീശൻ വിഭാഗത്തിന് അത് തിരിച്ചടിയാകുമെന്ന് കൂടി വിലയിരുത്തുന്നുണ്ട്. എന്താണെങ്കിലും നടപടിയിലേക്ക് KPCC നീങ്ങുന്നു. തിരുവനന്തപുരത്ത് നടന്ന ശക്തി പ്രകടനത്തിലാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊട്ടാരക്കര പത്തനാപുരത്ത് കാർ 65 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. വാഹനം ഓടിച്ചിരുന്ന സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൂടൽ മഞ്ഞ് പോലായി മൊത്തത്തില്. വണ്ടി ഭയങ്കര സ്ലോയിലാണ് വന്നത്. പക്ഷെ എനിക്ക് ഫ്രണ്ടൊന്നും കാണാൻ വയ്യാതായിട്ട് ഞാൻ പതുക്കെ വന്നപ്പോൾ ഞാനങ്ങ് റൈറ്റ് സൈഡിലോട്ട് കയറും. എനിക്കും അവിടെ അങ്ങോട്ടാ പോകുന്നത്. അങ്ങനെ അങ്ങ് വന്നിട്ട് അങ്ങനെ അങ്ങ് താഴോട്ടും കരണം മറിഞ്ഞങ്ങ് പോവുക. എല്ലാം 3-4 പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മരിക്കാൻ പോവുക. പക്ഷെ ഞാൻ വിചാരിച്ചു സ്റ്റിയറിംഗ് മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ചവിട്ടിട്ടുണ്ടായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യ, എന്താണ് സംഭവിച്ചത്? ഇവർ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഡ്രൈവിംഗ് ചെയ്ത് വരുന്ന വഴിയിൽ മൂടൽമഞ്ഞായിരുന്നു. ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കൊട്ടാരക്കര പത്തനാപുരം റൂട്ടിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. 65 അടിയോളം താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത് എന്നുള്ളതാണ്. ഏകദേശം കാർ അത് പൂർണ്ണമായിട്ട് തകർന്നു എന്നുള്ളത് തന്നെ പറയാം. പക്ഷേ വലിയ പരിക്കുകളില്ലാതെ അവർ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ വടകോട് രണ്ടാലുമൂട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വൈകുന്നേരമായിരുന്നു. ഈ സമയങ്ങളിൽ ഏകദേശം മൂടൽമഞ്ഞൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ട പ്രദേശം കൂടിയാണ്. എന്തായാലും അത്തരത്തിൽ ഒന്നും കാണാൻ കഴിയാതെ വാഹനം നിയന്ത്രണം വിട്ടതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ പരിക്കുകളില്ല. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയേണ്ടത്. ശരി സൂര്യ. ഇനി IPL വാർത്തകളിലേക്ക്.
IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ടോപ്പ് 4 ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം. പ്ലേ ഓഫ് റേസിൽ മുന്നേ ഓടുന്നവരിൽ 2 ടീമുകൾ. 10 മത്സരങ്ങളിൽ 6 ജയം, 4 തോൽവി, 12 പോയിന്റ്. മികച്ച നെറ്റ് റൺ റേറ്റ് രാജസ്ഥാൻ റോയൽസിനെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തും ഗുജറാത്ത് ടൈറ്റൻസിനെ 5-ാമതും അടയാളപ്പെടുത്തുന്നു. ആദ്യ 4 മത്സരങ്ങളിൽ ജയിച്ച് ഗംഭീരമായി തുടങ്ങിയ രാജസ്ഥാന് പിന്നീടുള്ള 6 മത്സരങ്ങളിൽ ജയിക്കാനായത് വെറും 2 എണ്ണത്തിൽ. വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് ജോഡിയെ വല്ലാതെ ആശ്രയിക്കുന്നതും ഡെത്ത് ഓവർ ബൗളിംഗിലെ പ്രതിസന്ധികളുമാണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന പ്രശ്നങ്ങൾ. അതേസമയം മോശം തുടക്കത്തിന് ശേഷം തകർപ്പൻ തിരിച്ചുവരവാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ജയിച്ചു ശുഭ്മാൻ ഗില്ലും സംഘവും. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ജേസൺ ഹോൾഡറെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയതോടെ ഫിനിഷിംഗിലെ പോരായ്മകൾ ഏറെക്കുറെ മാറിയതിനൊപ്പം ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്തും കൂടി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും താരമായത് ഹോൾഡറാണ്. സീസണിൽ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ രാജസ്ഥാനായിരുന്നു ജയം. അവസാന ഓവർ വരെ ആവേശം നീണ്ട മത്സരത്തിൽ വെറും 6 റൺസിനാണ് അന്ന് RR ജയിച്ചത്. സ്പോർട്സ് ഡെസ്ക് 24. 1 PM ന്യൂസോടെ പൂർണ്ണമാവുകയാണ്.